നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ മികച്ച കണ്ടസ്റ്റന്റിൽ ഒരാളായിരുന്നു റസ്മിൻ ബായ്. ആ സമയങ്ങളിൽ കൂടുതൽ വിവാദങ്ങളും കടുത്ത നെഗറ്റീവുമായിരുന്നു റസ്മിൻ ബായ് നേരിട്ടത്. ഇപ്പോഴിതാ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് റസ്മിൻ ബായ്. ലുലു മാളിൽ നടന്ന ഒരു അവാർഡ് ഫംഗ്ഷനിൽ റസ്മിൻ എത്തിയിരുന്നു. റസ്മിനെ കണ്ട മാധ്യമങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. വിശേഷങ്ങളോടൊപ്പം ചില വിവാദപരമായ ചോദ്യങ്ങളും മാധ്യമങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് റസ്മിൻ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്നത്. ഇസ്ലാം എന്ന മതം തനിക്ക് വെറുപ്പാണെന്നും മദ്രസയിൽ പോയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണെന്നും ഞാൻ കരുതുന്നു. നബി എന്ന പേര് കേട്ടാൽ എനിക്ക് ഭ്രാന്താകുമെന്നും ഖുർആൻ കണ്ടാൽ തനിക്ക് ഛർദ്ദിക്കാൻ വരുമെന്നും റസ്മിൻ പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും ഒരു മതവിശ്വാസത്തിലും വിശ്വസിക്കരുത്. മതം ഏറ്റവും മനുഷ്യനെ ക്രൂരനാക്കുന്ന സാധനമാണ്. ഞാൻ ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഒരു മതത്തിലും ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയല്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മദ്രസയിൽ പോയപ്പോൾ ആ കാലഘട്ടം എനിക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വൃത്തികേടായിട്ടാണ് തോന്നുന്നത്. ഖുർആൻ്റെ ഓതൽ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നും. എൻ്റെ ജീവിതത്തിലെ നല്ല കുട്ടിക്കാലം ഇവിടെ പോയി വെറുതെ സമയം കളഞ്ഞു. ഞാൻ വളർന്നു വലുതായപ്പോൾ എനിക്കത് മനസ്സിലായത്. താൻ ജനിച്ചു വളർന്ന സ്വന്തം മതവിശ്വാസത്തെയാണ് റസ്മിൻ ഇപ്പോൾ അവഹേളിച്ചു കൊണ്ടിരിക്കുന്നത്. താൻ കുഞ്ഞായിരുന്ന സമയത്ത് തൻ്റെ വീട്ടുകാർ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നീ നിസ്കരിക്കണം, ഖുർആൻ ഓതണം എന്നൊക്കെ. പക്ഷേ ഞാനത് കേൾക്കത്തില്ലെന്നും അവർക്കത് നന്നായി അറിയാമെന്നും റസ്മിൻ പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊന്നും ആവശ്യം എനിക്കില്ല. എൻ്റെ വീട്ടുകാർക്ക് ഖുർആൻ ഓതുന്നതിലൂടെയാണ് സമാധാനം കിട്ടുന്നതെങ്കിൽ അത് കിട്ടിക്കോട്ടെ. ആ സമാധാനം എനിക്ക് ആവശ്യമില്ല. എനിക്ക് സാധാരണ യാത്രകൾ ചെയ്യുമ്പോഴാണ് സമാധാനം കിട്ടാറ് എന്നും റസ്മിൻ പറഞ്ഞു. നമ്മൾ മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിക്കുക. നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന എല്ലാം ഒരേ രക്തമാണ്, ചുമന്ന രക്തം. മുസ്ലിമിൻ്റെ പച്ച രക്തമോ ഹിന്ദുവിൻ്റെ കാവി രക്തമോ അല്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിച്ചാൽ ഈ ലോകത്ത് സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുമെന്നും റസ്മിൻ പറഞ്ഞു. ഈ പ്രസ്താവനയിലൂടെ വലിയ കോളിളക്കമാണ് റസ്മിൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് മറുപടിയായി ചില മുസ്ലിം മതപണ്ഡിതന്മാർ റസ്മിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അവരുടെ മറുപടി ഇങ്ങനെ: ഒരു ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ്, മദ്രസ എന്ന് കേട്ടാൽ ആർക്കായാലും ദേഷ്യം വരും, പ്രത്യേകിച്ച് റസ്മിനെ പോലെയുള്ള ചേച്ചിമാർക്ക്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലെങ്കിലും പുറത്തു പറയാൻ പറ്റുന്ന കാര്യമാണോ? മാന്യമായിട്ട് സംസാരിക്കണം, അവിടെയും പോയി. അല്ലെങ്കിൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. അത് ചേച്ചിയെപ്പോലെയുള്ളവർക്ക് പറ്റത്തില്ല എന്നറിയാം. മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം. അയൽവാസി ഇതര മതസ്ഥനാണെങ്കിലും അവരോട് വളരെ മാന്യമായിട്ട് പെരുമാറണം. തെറ്റുകൾ ചെയ്യാൻ പാടില്ല. കള്ളും ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുത്. കൂടാതെ വ്യഭിചരിക്കുകയും ചെയ്യരുത്. അയ്യോ, ഇതൊക്കെ പഠിപ്പിക്കാൻ കൊള്ളാമോ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ചേച്ചിയെപ്പോലെയുള്ളവർക്ക് കുരുപൊട്ടും. റസ്മിനെ പോലെ ഹൃദയം പിളർന്ന് മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് പടം വരയ്ക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത വ്യക്തികളുമുണ്ട്. അവരുടെ മദ്രസാ പഠനങ്ങൾ കൊണ്ട് അവരുടെ ധാർമ്മികത മുറുകെ പിടിക്കുന്നുമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് കുരുപൊട്ടും അല്ലേ? പാവം, സങ്കടം കണ്ടില്ലേ? റസ്മിൻ മോള് ബിഗ് ബോസിൽ പോയി അവിടെയും ഇവിടെയും തെണ്ടി നോക്കി, കറങ്ങി നോക്കി. ആരും ഉദ്ഘാടനത്തിന് പോലും വിളിക്കുന്നില്ല. അല്ലെ പിന്നെ ചേച്ചിക്ക് ഫീലാകൂലേ? 10 ആളുടെ മുമ്പിൽ റീച്ച് കിട്ടാൻ വേണ്ടി മതവിശ്വാസത്തെ ദുരുപയോഗം ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല പിന്നെ ചേച്ചിയെ ഉദ്ഘാടനത്തിന് വിളിച്ചേക്ക്, 10 ആൾ അറിയട്ടെ എന്നും ഉസ്താദ് ഇവർക്ക് മറുപടി നൽകുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.